ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. പ്രോബബിലിറ്റിയുടെ ടോപ്പിക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സാധ്യതകളുടെ ഗണിതമാണല്ലോ അല്ലേ, പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 2-3 രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയും കൂടി വരും കേട്ടോ. അതായത് നമ്മൾ ജാമിതീയ രൂപങ്ങളിൽ എങ്ങനെയാണ് സാധ്യതകൾ മനസ്സിലാക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം 1-2 ചെയ്തു. ഇന്നും നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാധ്യതകളിൽ ചോദിക്കാൻ സാധ്യതകളും മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ, മറ്റൊരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസ്സുകളാണ്, ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് ക്ലാസ്സസ് ആണ്. എന്നിട്ട് അതിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ്, ഇപ്പോൾ ക്ലാസ് തന്നെയല്ല മറ്റ് പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഒരു കൊട്ടയിൽ കുറച്ച് പച്ച ചുവപ്പ് മുത്തുകൾ, മറ്റൊരു കൊട്ടയിൽ അതുപോലെ തന്നെ പച്ച ചുവപ്പ് മുത്തുകൾ എന്ന് പറഞ്ഞിട്ട് 2 ബാഗിലോ അല്ലെങ്കിൽ ബോക്സിലോ ആക്കിയിട്ട് ആ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂൾ ബേസ് ചെയ്ത് ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടും ഒക്കെ ചോദിക്കാനൊരു സാധ്യതയുള്ളതാണ്. പക്ഷേ അതിൻ്റെ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് രീതിയിൽ അത് ചോദിക്കാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 ക്ലാസ്സുകൾ എന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ 2 ക്ലാസ്സുകളിൽ നിന്നും നേരത്തെ നമ്മൾ ചെയ്ത് എങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ നിന്നാണ്, ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് ബോയ് ആകാനോ അല്ലെങ്കിൽ ഗേൾ ആകാനുള്ള സാധ്യത. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു, അത് ബോയ് ആകാനോ ഗേൾ ആകാനോ സാധ്യത. ഇനി 2 ക്ലാസ് കൂടി മിക്സ് ചെയ്തു, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. അതുപോലെയല്ല ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ക്ലാസ് 10A 2 ക്ലാസ്സുകളാണ് കൊടുത്തേക്കണേ. അപ്പം ഞാനിവിടെ ക്ലാസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ വലിയ ഇതായിട്ട് എഴുതാതെ നമുക്ക് 2 ക്ലാസ്സുകളായിട്ട് ഇതിങ്ങനെ വരച്ചെഴുതാം. ക്ലാസ് 10Aയും ക്ലാസ് 10Bയും ആണ്. ഈ ക്ലാസ്സിൽ ബോയ്സിൻ്റെ എണ്ണം 20ഉം ഗേൾസിൻ്റെ എണ്ണം 15ഉം ആണ്. ഇവിടെ ബോയ്സ് എന്ന് പറയുന്നത് 15 ആണ്, ഗേൾസും അതുപോലെ തന്നെ 15 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 ക്ലാസ്സിലും എത്ര കുട്ടികൾ ടോട്ടൽ ഉണ്ടെന്ന് നോക്കണം. കാരണം ടോട്ടൽ സാധ്യത നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ടോട്ടൽ സാധ്യത എങ്ങനെയാണ് കാണുക? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ടോട്ടൽ സാധ്യത കാണാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ എന്ത് സാധനമാണോ അത് ടോട്ടൽ ആദ്യം കാണുക, 2ന്റെ സെപ്പറേറ്റ്ലി. അതിൻ്റെ പ്രോഡക്റ്റ് ആണ്, അതിൻ്റെ ഗുണനഫലമാണ് ആകെ സാധ്യതകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കാണാം. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 35 ആണ് അല്ലേ, 20 പ്ലസ് 15. ഇവിടെയും ഇതിൻ്റെ ടോട്ടൽ കാണാം, 30 ആണ് ഇതിന്റെ ടോട്ടൽ. സോ ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ ചാൻസസ് അല്ലെങ്കിൽ ആകെ സാധ്യതകൾ എന്ന് പറയുന്നത് 35 × 30 ആണ്. 35 × 30 എത്രയാ? 15, ബാലൻസ് 1 10, 1050 ചാൻസസ് ആണ് 2നും കൂടി ഉള്ളത്. ആകെ സാധ്യതകൾ എന്ന് പറയുന്നത് 1050 ആണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കുറെ ചോദ്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോയ്സ് ഫ്രം ഈച്ച് ക്ലാസ്? നമ്മൾ എടുക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് അങ്ങനെയല്ല കേട്ടോ. ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത, അപ്പൊ അവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം ബൈ അതിന്റെ ടോട്ടൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ എടുക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോയ്സ് ഇഫ് സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ കുട്ടികളെ വീതം 2 ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്താൽ അത് 2ഉം ആൺകുട്ടികളാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് 2ലെയും ആൺകുട്ടികളുടെ എണ്ണം മാത്രം നമ്മൾ എടുക്കുക. ഏതാണ് ആൺകുട്ടികളുടെ എണ്ണം? ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് 10Aയിൽ 20 ആൺകുട്ടികളും 10Bയിൽ 15 ആൺകുട്ടികളുമാണ്. സോ പി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോയ്സ്, 2ഉം ആൺകുട്ടിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതാം മലയാളത്തിൽ, 2ഉം ആൺകുട്ടികൾ ആകാനുള്ള സാധ്യതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് 20ഉം 15ഉം ആണ് എടുക്കേണ്ടത്. 20 × 15 ആണ് കേട്ടോ, അതിന്റെ പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് ദ ടോട്ടൽസ് ഓഫ് ബോത്ത് ക്ലാസ്സസ്, 2 ക്ലാസ്സിന്റെ കൂടി ടോട്ടലാണ് നമ്മൾ ബൈ ഇട്ടിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി ആയിട്ട് എഴുതേണ്ടത് 1050. അപ്പൊ നമുക്ക് കിട്ടും 20 × 15 എത്രയാ? 2 × 15 30 ആണ്. ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 300/105 അല്ല 1050, 300/1050. നമുക്ക് 0 വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് കിട്ടും 30/105. ഇനി ഏതെങ്കിലും ഒരു കോമൺ നമ്പർ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്യണം. ഏത് സംഖ്യയിൽ പോകും? 30ഉം 105ഉം കൃത്യമായിട്ട് അടങ്ങുന്ന സംഖ്യയുണ്ട്. നമുക്കറിയാം 30 6 കൊണ്ട് നമുക്ക് 5ൽ പോകും, അതുപോലെ ഇതും പോകും. അപ്പൊ 6 5s are 30, 6 പ്രാവശ്യം പോകും. 30ൽ 105ൽ എത്ര പ്രാവശ്യം പോകുക? 10ൽ 2 പ്രാവശ്യം, 5ൽ 1 പ്രാവശ്യം. അപ്പൊ 6/21. ഇനിയും ചെറുതാക്കാം. നമ്മൾ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്,
പ്രോബബിലിറ്റി സാധ്യതകളുടെ ഗണിതം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ലോവസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. 6/21 ഇനിയും ചെറുതാക്കാലോ. 3ന്റെ ടേബിളിൽ പോകും. 3 2 6 3 7 21. സോ ദ ആൻസർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2/7 ആണ്. എന്ന് വെച്ചാൽ 2 ക്ലാസ്സിലെയും കുട്ടികളിൽ നിന്ന് ഓരോ കുട്ടികളെ വീതം സെലക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത നമ്മൾ എടുത്തത് രണ്ടും ആൺകുട്ടികളുടെ എണ്ണത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക, മുകളിൽ എഴുതുക. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും സാധ്യത എഴുതുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് നമ്മൾ താഴെ ഡിനോമിനേറ്റർ ഛേദത്തിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ബോത്ത് ഗേൾസ് ആണെങ്കിലോ, അപ്പൊ നമ്മൾ എന്തെടുക്കണം? രണ്ടും ഗേൾസിന്റെ തന്നെ സെലക്ട് ചെയ്യണം. രണ്ടും പെൺകുട്ടികളാവണം. രണ്ടും എന്താവണം? പെൺകുട്ടികൾ ആകാനുള്ള സാധ്യതയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അപ്പൊ നമുക്ക് എടുക്കേണ്ടത് 2 ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ എണ്ണത്തെ തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണത്? 15. ആദ്യത്തെ 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 15 പെൺകുട്ടികളാണ്. 10B എന്ന് പറയുന്ന ക്ലാസ്സിലും 15 പെൺകുട്ടികൾ തന്നെയാണ്. സോ നമ്മൾ എടുക്കേണ്ടത് 15 × 15/1050. താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സംഖ്യ മാറുന്നില്ല. രണ്ടിടത്തും ആ ടോട്ടൽ പ്രോബബിലിറ്റി തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം 15 × 15 എത്രയാ? 225/1050. ഇവിടെയും നമ്മൾ കഴിഞ്ഞ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. 5 5ഉം 0ഉം ഒറ്റയുടെ സ്ഥാനത്ത് അക്കമായിട്ട് വന്നാൽ അല്ലെ, വൺസ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ അതെല്ലാം 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, 5ന്റെ പട്ടികയിൽ പോകുന്നതാണ്. അല്ലെ, 5 കൊണ്ട് നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നതാണ്. 5 22 I 4 20, ബാലൻസ് ഒരു 2 ഉണ്ട്, അത് 25 എടുക്കുമ്പോൾ 5 I 5 25. വീണ്ടും ഇവിടെയും നമുക്ക് ചെയ്യാം. 5 10 2 പ്രാവശ്യം, 5 1 പ്രാവശ്യം, ബാക്കി 0 നമ്മൾ എടുത്തില്ലാത്തതുകൊണ്ട് 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഇനിയും പറ്റുമല്ലോ, 5ന്റെ ടേബിളിൽ തന്നെ പോകും. 45 9 ടൈംസ് 9 × 5 45. വീണ്ടും 5 ഇവിടെയും നോക്കാം നമുക്ക്. 5 21 4 പ്രാവശ്യം 20, 10 2 പ്രാവശ്യം, അപ്പൊ 9/42 എന്ന് കിട്ടും. ഇനിയും പോകും നോക്കാം. ഇനിയും ഏതെങ്കിലും ടേബിളിൽ പോകും. 9 42 9 കൃത്യമായിട്ട് അടങ്ങുന്ന സംഖ്യ ഇനിയുണ്ടോ? ഉണ്ടാകുമല്ലോ. അപ്പൊ നിങ്ങൾ നോക്കുക, അതിനെ ഒന്നും കൂടി ഷോർട്ടാക്കി നമുക്ക് എഴുതാൻ പറ്റും. അത് എഴുതിയെടുക്കാം. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അല്ലെ. 3ന്റെ ടേബിളിൽ പോകുമായിരിക്കുമല്ലോ അല്ലെ. 3 കൊണ്ട് നമുക്ക് 9നെ ഹരിക്കാൻ പറ്റും, 42നെ ഹരിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചെറുതാക്കാം. 9/42 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും പെൺകുട്ടികൾ നോക്കിയാൽ നിങ്ങൾ ബോയ്സ് 2 എടുത്തപ്പോൾ 2 ക്ലാസ്സിൽ നിന്നും ബോയ്സിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്തു. 2 ക്ലാസ്സിലെയും നമുക്ക് എടുക്കേണ്ടത് പെൺകുട്ടികളാണ്. 2 ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരുടെ വീതം സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ ക്ലാസ്സിൽ നിന്നല്ല എടുക്കേണ്ടത്, 2 ഡിഫറെന്റ് ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ ഈ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും എടുക്കുന്നത് ഗേൾസിന്റെ എണ്ണം 15 തന്നെയാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും എടുക്കേണ്ടത് 15 തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരേണ്ടത് നോക്കാം. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ആൺകുട്ടിയും കിട്ടണം, ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള സാധ്യത. അപ്പൊ ഒന്ന് നോക്കി എങ്ങനെ വരുമെന്ന്. ഒരെണ്ണം നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന കുട്ടികളിൽ തീർച്ചയായിട്ടും ഒരെണ്ണം രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും ഗേൾ ആയിരിക്കണം, ഒരാൾ തീർച്ചയായിട്ടും ബോയ് ആയിരിക്കണം. സോ നമ്മൾ മാച്ച് ചെയ്തെടുക്കുമ്പോൾ രണ്ടും ആൺകുട്ടി വരാൻ പാടില്ലല്ലോ അല്ലെ, ഒരു 2 പെൺകുട്ടി വരാൻ പാടുണ്ടോ? അതും പാടില്ല. എങ്ങനെ വരാൻ പാടില്ല? 2 ബോയ്സ് ആകാൻ പാടില്ല, 2 ഗേൾസ് ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എടുത്ത ഈ 2 സംഭവം വരാൻ പാടില്ല. 2 ബോയ്സിന്റെയാണ് നമ്മൾ 20 × 15 300 വെച്ച് ചെയ്തതും, അടുത്ത 2 ഗേൾസിന്റെ ആണ് 15 × 15 ചെയ്തത്. അപ്പൊ എങ്ങനെയായിരിക്കണം വരണ്ടേ? നോക്കാം. ആദ്യത്തെ ക്ലാസ്സിലെ ബോയ്സും രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേൾസും ഇതിങ്ങനെ എടുക്കണം. കിട്ടിയോ? അപ്പൊ നമ്മൾ എടുക്കേണ്ടത് കുറച്ച് താഴോട്ട് എഴുതാം. ബോയ്സ് എണ്ണം ആദ്യത്തെ ക്ലാസ്സിൽ 20, ഗേൾസിന്റെ എണ്ണം 15. അപ്പൊ 20 × 15 തീർന്നില്ല. 2 ക്ലാസ്സിലും ഇനിയും നമുക്ക് നോക്കിയാൽ ഇവിടെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേൾസും രണ്ടാമത്തെ ക്ലാസ്സിലെ മോളിൽ കിടക്കുന്ന ബോയ്സും അതും കൂടി എടുക്കാം അല്ലെ. അപ്പൊ 1 ബോയ് 1 ഗേൾ, ഇവിടെ അത് 1 ബോയ് 1 ഗേൾ. അപ്പൊ അതും കൂടി നമുക്ക് എടുക്കാം. 15 × 15. അപ്പൊ 2 കൂടി ആഡ് ചെയ്യണം. 2 ക്ലാസ്സിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒരു കുട്ടി ആൺകുട്ടിയാവണം, ഒരു കുട്ടി പെൺകുട്ടിയാകുന്ന 2 സിറ്റുവേഷൻസ് ആണുള്ളത്. ബോയ് ഇൻറ്റു ഗേൾ, ഇവിടെയും ഗേൾ ഇൻറ്റു ബോയ്. കിട്ടിയല്ലോ. എന്നിട്ട് ടോട്ടൽ നമുക്ക് അടിയിൽ എഴുതാം. ഇനി ഞാൻ ചെറുതാക്കില്ല, നിങ്ങൾ തന്നെ ചെറുതാക്കുക. 20 × 15 നമുക്കറിയാം 300 പ്ലസ് 15 × 15 225 225/1050. വീണ്ടും നമ്മൾ ഇത് നമ്മൾ ആഡ് ചെയ്താൽ 525/1050 നമുക്ക് കിട്ടുന്ന ഉത്തരം 525/1050 ആണ്. തീർന്നില്ലല്ലോ. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നിങ്ങൾ ആക്കണം. ലോവസ്റ്റ് ടേമിലേക്ക് കഴിഞ്ഞ ദിവസം തുടങ്ങി നമ്മൾ എല്ലാം ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. 5ന്റെ ടേബിൾ ഞാൻ പറഞ്ഞു തന്നു. 5 അറ്റത്തെ 2 സംഖ്യകൾ 5ഓ 0ഓ വന്നാൽ അതെല്ലാം 5 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാവുന്നതാണ്. ഡിവിസിബിൾ ബൈ 5 ആണ്. അങ്ങനെ വരുമ്പോൾ 5 കൊണ്ട് നിങ്ങൾ ചെറുതാക്കുക. 525നെ 5 കൊണ്ട് ചെറുതാക്കുക.
1050 ചെറുതാക്കാം. വീണ്ടും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും കിട്ടുന്ന ഉത്തരം ഏതെങ്കിലും സംഖ്യ വെച്ച് ചെറിയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത്, അടുത്ത 4th ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ ഓർ 1 ബോയ്. ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടേണ്ടത് ഒരെണ്ണമെങ്കിലും ബോയ് വരണം. ഒരെണ്ണമെങ്കിലും എന്ന് വെച്ചാൽ 2 എണ്ണം ബോയ് കിട്ടിയതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. നമുക്ക് മിനിമം ഒരു ആൺകുട്ടിയെങ്കിലും 2 ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ വേണം. എന്നാൽ 2 ആൺകുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന ആ ഒരു ഫ്രേസിന്റെ അർത്ഥം ഇതാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുട്ടികളിൽ എന്തായാലും ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് 2 ആൺകുട്ടി ആകാൻ പാടില്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് അങ്ങനെ എഴുതിയേക്കണേ. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇവിടെ 2 ആൺകുട്ടിയുള്ളത് എടുക്കാം. 2 ആൺകുട്ടിയുള്ളത് എടുക്കാം. ആദ്യത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടിയും ഉള്ളത് എടുക്കാം. ആദ്യത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും ഉള്ളത് എടുക്കാം. എന്നാൽ ഏതെടുക്കാൻ പാടില്ലാത്ത 2 പെൺകുട്ടികൾ വരുന്നത് എടുക്കാൻ പാടില്ല. കാരണം എന്താ? അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 2 ഗേൾസ് വരുന്നത് സെലക്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് എടുത്തതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 2 ബോയ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ 20 × 15 പ്ലസ്, ഇനി ഇവിടെയോ ദേ നോക്കുക, ബോയും ഒരു ഗേളും ആകുമ്പോൾ ഇത് സെലക്ട് ചെയ്യാം. 20 × വീണ്ടും 15, രണ്ടും ഒരു സംഖ്യ വന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് ഇങ്ങനെയൊക്കെ തരിക. 2 ആൺകുട്ടി ആയതുകൊണ്ട് ആൺകുട്ടിയായിട്ട് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് ഒരെണ്ണമെങ്കിലും ആൺകുട്ടി എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല എന്ന് തന്നെയാണ്. അപ്പൊ 20 × 15 ഇതാണ് ആദ്യത്തെ ചെയ്തത്. ഇത് 2 തമ്മിൽ എടുക്കാം നമുക്ക്. പിന്നെ ആദ്യത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടി 20 × 15. പിന്നെ ഏതെടുക്കാം? ഇതും കൂടി എടുക്കാം. ഏതാ? ഗേൾസ് ഇവിടുത്തെ ഗേൾസും ഇവിടുത്തെ ബോയ്സും 15 × 15 നമുക്ക് കിട്ടും. അടിയിൽ ബൈ 1050. ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചതിന് ശേഷം കൂട്ടി നമ്മൾ ആൻസർ എഴുതണം. 20 × 15 300. ഇതും 20 × 15 300. ഇത് 225 അല്ലേ? അപ്പൊ 300 പ്ലസ് 225 ആണ്. ബൈ 1050. ഞാൻ കൂട്ടേണ്ട ആവശ്യമില്ല. കൂട്ടി നിങ്ങൾ അതിനെ ഷോർട്ട് ഫോമിലേക്ക് ആക്കാം. 300 600 825 ആണ് വരെ അല്ലെ? 825/1050. 825/1050. അതിനെ ചെറുതാക്കി അതിനെ ലോവസ്റ്റ് ടേം ഇവിടെ ഉടനെ ഞാൻ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെറുതാക്കിയതാണ്. 2/7 എന്ന് പറയുന്ന ഫർദർ വീണ്ടും അതിനെ ചെറുതാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരെ നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ 2/7 എഴുതിയില്ലേ? അതുപോലെ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. 9/42 കാണണം. 525/1000 കാണണം. ഇതിന്റെ ആൻസർ 825/1050 ആണ്. അതും നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ 2 ക്ലാസ്സുകളിൽ നിന്നും ഓരോന്നാണ് സെലക്ട് ചെയ്ത്. അന്ന് ചെയ്തത് ഇതുപോലത്തെ കണക്കല്ല എന്ന് ഓർക്കണം. ഒരു ക്ലാസ്സിൽ 2 ക്ലാസ്സുകൾ തന്നിരുന്നു, അത് വെച്ച് ചെയ്തു. പക്ഷെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിക്ക് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പെൺകുട്ടികൾ കിട്ടാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചത്. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി കിട്ടാനുള്ള സാധ്യത പെൺകുട്ടി. ഇനി 2 ക്ലാസ്സും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2 ക്ലാസ്സിലെ സെപ്പറേറ്റ് ചെയ്തില്ല. 2 ക്ലാസ്സും കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ആൺകുട്ടി കിട്ടാനോ പെൺകുട്ടി കിട്ടാനോ സാധ്യതയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഓർക്കണം, 2ഉം വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല? ഒരുമിച്ചൊന്നും ഇടുന്നില്ല. സെപ്പറേറ്റ് ക്ലാസ്സസ് ആണ്. സെപ്പറേറ്റ് ക്ലാസ്സസിൽ നിന്ന് നമ്മൾ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 2 പെൺകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുടെ കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെയ്തു നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെയ്ത് തന്നെ നോക്കണം. ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തണം. ഞാനിവിടെ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്കുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുക. കാരണം ചെറുതാക്കാൻ നമ്മൾ അറിയണ്ടേ. എപ്പോഴും ഇത് തന്നെ നോക്കി എഴുതാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പ്രോബബിലിറ്റിയുടെ ജാമിതീയത്തിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കണക്ക് ചെയ്താണ്. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം കൂടി നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. സർക്കിളൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് വരയ്ക്കാം. ഇതിനകത്തൊരു സ്ക്വയർ ആണ് കേട്ടോ. സ്ക്വയർ ആണ് എന്ന് ഓർക്കണം. ദാറ്റ് മീൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. ഇനി അതിന്റെ ഈ സ്ക്വയറിന്റെ സൈഡ്സ് വന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ഈച്ച്.
നമ്മളിപ്പോ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ ഇത് ഈ സ്ക്വയറിനകത്ത് വരാനുള്ള സാധ്യത എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഈ നമ്മളിപ്പോ ഒരു കണ്ണടച്ച് ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ഇത് ഈ സ്ക്വയറിനകത്ത് വരാനുള്ള സാധ്യത എന്താണ് നോക്കാം. നിങ്ങൾ ആ സ്ക്വയർ ഇരിക്കുന്നത് ആ സർക്കിളിലെ എല്ലാ വെർട്ടെക്സ് മുട്ടുന്ന രീതിയിലാണ്. അതാണ് അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. അപ്പൊ ഈ സ്ക്വയറിന്റെ എല്ലാ വെർട്ടെക്സ്, എല്ലാ മൂലകളും, എല്ലാ ശീർഷങ്ങളും വൃത്തത്തിൽ തന്നെ മുട്ടിയിരിക്കുന്ന ഒരു സ്ക്വയറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുത്ത് നമ്മൾ ഇടുന്നത് ഈ സ്ക്വയർ അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സ്ക്വയറിനകത്ത് തന്നെ വരാൻ, സമചതുരത്തിൽ വരാനുള്ള സാധ്യതയാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമചതുരത്തിനകത്ത് വരുന്നോ അല്ലെങ്കിൽ വൃത്തത്തിനകത്ത് വരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതാം? നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയാണ്. അതായത് ഈ ഒരു സമചതുരത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെ, ആ സ്ഥലത്തല്ലേ വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ സമചതുരത്തിന്റെ ഏരിയ. ഇനി അതും പിന്നെ അതുപോലെ തന്നെ അത് ഇരിക്കുന്നത് ആ സർക്കിളിനകത്താണ്. ആ സർക്കിളിന്റെ ഏരിയ അത് അതിനകത്ത് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. ഈ രണ്ട് ഏരിയാസ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് ഏരിയ പോരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് സ്ക്വയർ. എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സ്ക്വയർ ആണ് കേട്ടോ. സമചതുരത്തിന്റെ പരപ്പളവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ? വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ വശം സ്ക്വയർ എന്ന് പറയാം. സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഇവിടെ നമുക്ക് സൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 2 ആണ്. 2 സെന്റിമീറ്റർ ഈച്ച്. അപ്പൊ എല്ലാ സൈഡും 2 തന്നെയാണ്. അപ്പൊ 2 × 2 4 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്ററോ മീറ്ററോ എന്ത് തന്നെ ആയിക്കോട്ടെ അത്. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ഏരിയ ഓഫ് ദിസ് സർക്കിൾ ആണ് നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് സർക്കിൾ ആണ്. നമ്മുടെ വൃത്തത്തിന്റെ പരപ്പളവാണ്. വൃത്തത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. അത് നമുക്ക് ഇവിടെ എഴുതാം. ആദ്യം ഏരിയ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ, ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞതാണ്. സർക്കിളിന്റെ 2 ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞതാ. 2 രീതിയിൽ, ഡിഫറെന്റ് രീതിയിൽ 2 തരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചെയ്തു. സർക്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ ഇതാണ്, πr². സോ വാട്ട് ഈസ് ആർ? എന്താണ് ആർ? റേഡിയസ് ആണ് ആർ അല്ലെ. റേഡിയസ് നമ്മുടെ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റേഡിയസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ വി ക്യാൻ ഡ്രോ ഒരു ഇമാജിനറി റേഡിയസ് നമുക്ക് ഇവിടെ വരയ്ക്കാം അല്ല. ഇതല്ലേ റേഡിയസ്? സെൻട്രോ ആണെങ്കിൽ ഇത് റേഡിയസ് ആണ്. അപ്പൊ ഈ റേഡിയസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന ഫിഗറുമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതെ, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ പറയാ? റേഡിയസ് അല്ല, റേഡിയസ് തന്നെ കുറച്ചും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മിഡിലൂടെ നമ്മൾ പാസ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആയിട്ടാണ് വരച്ചേക്കണേ അല്ലെ. സമചതുരത്തിന്റെ വികരണമായിട്ട് വരച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ബിക്കംസ് ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ആ ഒരു സ്ക്വയർ വെച്ച് മാറ്റിയിട്ട് നമ്മൾ ആ സ്ക്വയറിന്റെ വികരണം വരച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാം അതൊരു ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്ത് ഇതെന്താണ്? ഒരു ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് വരാം, നമ്മൾക്ക് ഈ സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോയിക്കും. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. ABCD എന്ന് കൊടുത്താൽ നമുക്ക് പറയാം AC ഈസ് ദ എന്താണ് വിളിക്കേണ്ടത്? AC യെ നമ്മൾ എന്ത് വിളിക്കണം? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കണം. കർണമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ കർണമാണെങ്കിൽ പാദം ലംബമുണ്ട്. പാദം ലംബമുണ്ടല്ലോ, സ്ക്വയർ ആണ്. 90 ഡിഗ്രി ആംഗിൾ ആയിട്ട് ഇവിടെ ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റൈറ്റ് ട്രയാങ്കിൾ. അതിനെ നമുക്കൊരു മട്ടത്രികോണമായി കാണാം. ഏതിനെ? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ. ABC എന്ന് പറയുന്ന മട്ടത്രികോണത്തില് 2 വശങ്ങൾ ബേസും ആൾട്ടിറ്റ്യൂഡും 2 സെന്റിമീറ്റേഴ്സ് ഈച്ച് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണത്? √ ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് കർണം കാണാനുള്ള ഇക്വേഷൻ. ബേസ് എത്രയാണ്? 2 ആണ് അല്ലെ. ബേസും 2 ആണ്, ആൾട്ടിറ്റ്യൂഡ് 2 ആണ്. അപ്പൊ 2² പ്ലസ് 2² ദാറ്റ് ഈസ് 4 + 4 √8 ആണ്. 8 റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ 8 ആണ്, √8 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഹൈപ്പോട്ടന്യൂസിന്റെ മൊത്തം നീളം, അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെ. പക്ഷെ നമുക്ക് റേഡിയസ് അല്ലേ കാണണ്ടേ? എന്നാലല്ലേ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അത് ഒരു പ്രൊബബിലിറ്റി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ളതിന്റെ പ്രൊബബിലിറ്റി മുകളിൽ എഴുതണം, വലുതിന്റെ പുറത്തുള്ളതിന്റെ പ്രൊബബിലിറ്റി താഴെ എഴുതണം. ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി അതിനെ ഷോർട്ടാക്കാൻ പറ്റുമെങ്കിൽ ഷോർട്ടാക്കി എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് √8? 8ന്റെ റൂട്ട് എത്രയാ? 2. 4 പ്രാവശ്യം വീണ്ടും 2, നമുക്ക് 2 കിട്ടും. അപ്പൊ സോ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് 2, ബാക്കിയുള്ള ഒരു 2 റൂട്ടിനകത്ത് തന്നെ ഇടുന്നു. 2√2 ആണ് എന്തെന്ന് വിളിക്കാൻ നമുക്ക്? ഹൈപ്പോട്ടന്യൂസ് കിട്ടിയത്. കർണത്തിന്റെ മൊത്തം നീളം. പക്ഷെ കർണത്തിന്റെ മൊത്തം നീളം 2√2 ആണെങ്കിലും therefore നമുക്ക് റേഡിയസ് ആരം കണ്ടുപിടിക്കാം. അതിന്റെ പകുതി അല്ലേ? 2√2ന്റെ പകുതി എന്ന് വെച്ചാൽ 2 വെട്ടിപ്പോവും. സോ √2 ഈസ് ദ റേഡിയസ്. നോക്കേ, ഈ വൃത്തത്തിന്റെ
റേഡിയസ് ആർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് √2 കിട്ടി. ഇതും √2 ഇപ്പൊ കിട്ടിയല്ലോ, 6 കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. സർക്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ πr² ആണ്. ആറാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. അതായത് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ആദ്യം കണ്ടുപിടിച്ചു, അത് മൊത്തം നീളം, സെന്ററിൽ കൂടി പോയിരിക്കുന്ന ഡയാമീറ്റർ വ്യാസം കണ്ടുപിടിച്ചു. വ്യാസത്തിനെ പകുതിയാക്കിയാൽ ആരം കിട്ടും, ദാറ്റ് ഈസ് റേഡിയസ്. √2 കിട്ടി. ഇനി നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. πr² അല്ലേ, πr²നകത്ത് ആറിന്റെ സ്ഥാനത്ത് √2² എന്ന് കൊടുക്കാം. അപ്പൊ പൈയുടെ വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ പൈ എഴുതുന്നു. ഇൻറ്റു √2² എന്ന് വെച്ചാൽ എന്താ അർത്ഥം? √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2. അപ്പൊ എന്താണ്? √4 ആണ്. 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, √2 അല്ലെങ്കിൽ √3 ഏതിന്റെ എങ്കിലും റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്ന് ആ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. വേറെ ചിന്തിക്കാനൊന്നുമില്ല. എന്താണ്? ഒരു സംഖ്യക്ക് റൂട്ടും സ്ക്വയറും ഒരേ സമയം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ ആ റൂട്ടിനകത്ത് കിടക്കുന്ന ഏതാണ് അതങ്ങോട്ട് എടുത്ത് ഫർദർ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ √2 അങ്ങനെയാണ് വരിക. √2² മീൻസ് √2 ഇൻറ്റു √2 ആണ്. ദാറ്റ് ഈസ് √4. 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. ഓർക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 2π. 2 ഇൻറ്റു π 2π. ഇപ്പൊ നമുക്ക് കിട്ടി എന്തൊക്കെ കിട്ടി? സമചതുരത്തിന്റെ പരപ്പളവും കിട്ടി, എന്താണ് നമ്മുടെ സർക്കിളിന്റെ ഏരിയയും കിട്ടി. രണ്ടും കിട്ടിയല്ലോ. ഇത് നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡോട്ട് ഇൻസൈഡ് ദ, എന്താ പറയുക, എവിടെയാണ് വേണ്ടത്? ഇൻസൈഡ് ദ സ്ക്വയർ. സ്ക്വയറിനകത്ത് ഡോട്ട് കിട്ടാനുള്ള, സമചതുരത്തിനകത്ത് ഡോട്ട് കിട്ടാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം. സാധ്യതയായിട്ട് എഴുതുമ്പോൾ ഏതാ എഴുതേണ്ടത്? ആദ്യം സ്ക്വയർ, അതാണ് മുകളിൽ, ഉള്ളിലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. അതായത് ചെറിയ ഫിഗറിൻ്റെത് ആദ്യം നമ്മൾ എഴുതണം. എവിടെയാണ് ഡോട്ട് വേണ്ടേ അതാണ് ചോദ്യത്തിൽ, അതനുസരിച്ചിട്ടാണ്. എവിടെയാണ് നമുക്ക് ഡോട്ട് വേണ്ടത് അതിന്റെ ആദ്യം എഴുതണം. വേണ്ടത് സമചതുരത്തിലാണ്. അപ്പൊ 4 ആണ്. 4 എവിടെയാണ് വലിയ സാധനം, അതായത് പുറത്തേ കൂടി പോയിരുന്ന സർക്കിൾ ആണ്. അപ്പൊ 2π ആണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയേക്കണേ. 4നെ നമുക്ക് 2 വെച്ച് വെട്ടാം. 2 ആണ് നമുക്ക് കിട്ടുക. സോ ദ ആൻസർ ഈസ് 2/π. എത്രയാണ് കിട്ടേണ്ടത്? നമ്മൾ കണ്ണടച്ച് കുത്തിടുകയാണെങ്കിൽ അത് സ്ക്വയറിനകത്ത്, സമചതുരത്തിനകത്ത് വരാനുള്ള സാധ്യത 2/π ആണ്. ക്ലിയർ ആയോ? അപ്പൊ 2/π ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് തന്നെ നേരെ തിരിച്ചു വരാം. എങ്ങനെ വരാം നോക്കാം. നമുക്ക് നമ്മൾ ഇപ്പൊ വരച്ചത് സർക്കിളിനകത്ത് സ്ക്വയർ വരുന്നതാണ്. ഇത് നേരെ തിരിച്ചായാലോ? സ്ക്വയറിനകത്ത് സർക്കിൾ വന്നാലോ? ഇഫ് യു ആർ ഇൻസ്ക്രൈബിങ് എ സ്ക്വയർ ഇൻസൈഡ് ദ, സോറി, എ സർക്കിൾ ഇൻസൈഡ് ദ സ്ക്വയർ. നമ്മൾ ഒരു സ്ക്വയറിനകത്താണ് ഇത് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? കണ്ണടച്ച് കുത്തിട്ടാൽ അത് വൃത്തത്തിനകത്ത് വരണം. അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരെ തിരിച്ച്. നേരത്തെ നമ്മൾ എന്താ വരച്ചത്? നമ്മളുടെ സർക്കിൾ ആദ്യം വരച്ചു, അതിനകത്താണ് സ്ക്വയർ പെട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ സ്ക്വയർ ആദ്യം വരച്ചു, സർക്കിൾ അതിനകത്ത് പെട്ടിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ടു പുട്ട് എ ഡോട്ട് ഇൻസൈഡ് ദിസ് സർക്കിൾ. ഈ വൃത്തത്തിന്റെ അകത്താണ് നമുക്ക് കുത്തിടേണ്ടത് കണ്ണടച്ച്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? അപ്പൊ നേരെ ഇതുപോലെ തന്നെ കാണാം. ഏത് കാണണം? ഏരിയ ഓഫ് സർക്കിൾ കാണണം, ഏരിയ ഓഫ് എന്താ പറയുക സ്ക്വയർ കാണണം. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് സൈഡ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? സൈഡ് ആയിട്ട് കൊടുക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ. അപ്പൊ ഞാനിവിടെ റേഡിയസ് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഏരിയ ഓഫ് സർക്കിൾ കാണാം. സിമ്പിൾ ആണ്, കാരണം ഇതിനകത്ത് അളവും തന്നിട്ടില്ല. ഏരിയ ഓഫ് സർക്കിൾ ആണ് ഇക്വേഷൻ πr². ഇവിടെ πrന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് വാല്യൂ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് πr². അത് തന്നെ πr² എഴുതി. ഇനി നമ്മൾ കാണേണ്ടത് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ ആണ് ഇക്വേഷൻ എന്താണ്? സൈഡ് സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഇവിടെ എത്രയാണ് സൈഡ് ഓഫ് ദ സ്ക്വയർ? സ്ക്വയറിന്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് 6. ആ 6 നമ്മൾ ഇവിടെ മുട്ടിച്ചാൽ ഇതും 6 തന്നെയാണ്. ആൻഡ് ഇത് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ 6 തന്നെയാണ്. സോ വാട്ട് ഈസ് ദ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് r+r ആണ്. ദാറ്റ് ഈസ് 2r അല്ലേ. അപ്പൊ നമുക്ക് സൈഡ് സ്ക്വയർ എന്നുള്ളത് 2r² എന്ന് കൊടുക്കണം. വേണ്ടേ? 2r² എന്ന് കൊടുക്കാല്ല, 2r² ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് 2ന്റെ സ്ക്വയർ വേണം 4, r-ന്റെ സ്ക്വയർ വേണം r². സോ അതും കിട്ടി. ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഏരിയ കിട്ടി, സ്ക്വയറിന്റെ ഏരിയ കിട്ടി. ഇപ്പൊ സർക്കിളിന്റെ അകത്താണ് കുത്തു വേണ്ടത്. അപ്പൊ സർക്കിളിന്റേത് ആദ്യം എഴുതാം. പി ഓഫ് ഗെറ്റിംഗ് ഡോട്ട് ഇൻസൈഡ് ദ സർക്കിൾ. ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനകത്ത് കുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് സർക്കിളിന്റേത് ആദ്യം എഴുതാ. ദാറ്റ് ഈസ് πr². ആൻഡ് സ്ക്വയറിന്റേത് രണ്ടാമത് എഴുതാ 4r². r²ഉം സ്ട്രൈക്ക് ചെയ്യുക. π/4 ഇസ് ദ ആൻസർ. എന്ത് കിട്ടി? π/4 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പോൾ
ഇത് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ പറഞ്ഞത് സർക്കിളിന്റെ പുറത്തേ കൂടിയാണ് സ്ക്വയർ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ക്വയറിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർക്കിൾ അതിനകത്ത് കുത്തുവരാനുള്ള സാധ്യത. അപ്പൊ രണ്ട് രീതിയിലും ചെയ്തു. ആദ്യത്തേത് സമചതുരം എന്ന് പറയുന്നത് അകത്തായിരുന്നു വന്നത്, സർക്കിളിന്റെ അകത്ത്, ഇത് പുറത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ 2-3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചെയ്തു നോക്കുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു പോവുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ.